ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് എല്ലാവരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശർക്കര മൈലേജാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ 3 ടീസ്പൂൺ ഏലപ്പൊടിയിൽ തേയിലപ്പൊടി ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു പഞ്ചസാര കൂടിപ്പോയി. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ നമുക്കൊരു തേയില ആഡ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇരിക്കുന്ന സ്പൂണിലാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്കൊരു ശർക്കര വേണം. ശർക്കര ഏത് ശർക്കര ആയാലും കുഴപ്പമില്ല. നമുക്കൊരു ശർക്കര വേണം. എന്നിട്ട് ഈ ശർക്കര നല്ലോണം ഒന്ന് ചിരണ്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് കൂടെ അറിയാതിരിക്കുകയില്ല ഇപ്പോഴത്തെ പുതിയ ശർക്കര മൈലാഞ്ചി. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്, ശർക്കര മൈലാഞ്ചി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശർക്കര കുറച്ചായിട്ട് ചിരണ്ടിയിട്ടുണ്ട്. എൻ്റെ കൈ നോക്കുക, ഇത് ഇപ്പുറത്തെ ഇത് ഇങ്ങനെ ഇട്ടാണ്. അപ്പം ഇത് ഒരു 3-5 മാസമായപ്പോഴത്തേക്കും കയറി വരുന്നുണ്ട് കണ്ടു. അപ്പം നമുക്കിത് മറ്റേതും കൂടി ഇടാം. അപ്പോൾ പെട്ടെന്ന് കൈ പറിച്ച് ആണ് അവിടെ നിലത്ത് വീണത്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. അതൊന്ന് എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കൊരു കറുത്ത പഴയ ഒരു ചെമ്പ് വേണം. ചെമ്മൻ നല്ലൊരു കറുത്ത പഴയ ഒരു പാട്ടിയും അകത്ത് വെക്കാൻ ഒരു കുഞ്ഞു പാത്രം. അതിൻ്റെ അകം ഇരുട്ടായതുകൊണ്ടാണ് അങ്ങനെയാണത്. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മുടെ ഈ സാധനമില്ലേ, ശർക്കരയും തേയിലപ്പൊടിയും പഞ്ചസാരയും ഇട്ട് അത് സൈഡിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ ഒരു കുഴിഞ്ഞ പാത്രം വെക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് എത്രയാണോ ഇതിക്കുന്നത് അത്ര. നമ്മൾ അടുപ്പിലാണ് ഗീസ് വെക്കേണ്ടത്, അടുപ്പിൽ വെച്ചാണ്. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ തിളയ്ക്കും. അപ്പം നമ്മളൊന്ന് എടുത്ത് തുറന്ന് നോക്കണമെന്നല്ല, ഇടയ്ക്ക് തുറന്ന് നോക്കി വെള്ളം വരുന്നുണ്ടോയെന്ന് നോക്കുക. നമുക്ക് ഒത്തിരി വെള്ളം ആയെങ്കിൽ, നമുക്ക് ആവശ്യത്തിന് വെള്ളം ആയെങ്കിൽ നിർത്തുക. അതിന് ശേഷം നമ്മളിതെടുത്ത് ഒരു പാത്രം എടുക്കുക. ഉണ്ടാവും ഈ കുഞ്ഞു പാത്രം. ഈ പാത്രം ഒരു തട്ടിൻ്റെ മണ്ടയിൽ വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ആക്കുമായിരുന്നു. കാരണം നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ എടുക്കുന്ന സമയം, അതുകൊണ്ടാണ് അങ്ങനെയാണ് എടുത്തത്. പിന്നെ നമുക്ക് കോരി എടുത്തു. ലാസ്റ്റ് ഞാൻ ഒരൊറ്റ ഒഴിച്ചു. ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ നല്ലോണം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ശർക്കര ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി സൂക്ഷിച്ചൊക്കെ ചെയ്യുക. അത് ഒട്ടിക്കുമായിരുന്നു, വരാൻ ഇച്ചിരി പാടായിരുന്നു. ലാസ്റ്റ് തന്നെ എടുത്തു. അതിന് ശേഷം നമ്മൾ ആ വെള്ളം ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇടും. നമുക്ക് ആവശ്യത്തിന് എടുക്കുക, ഒരു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് മൈദ എടുക്കുകയാണ്. മൈദ ഇമ്പോർട്ടൻ്റ് ആണ്, മൈദ വേണം. നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. മൈദ നല്ലോണം ഇട്ട് ഇളക്കണം. നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം ഇട്ട് ഇളക്കി നമ്മളൊരു കട്ടിയുടെ കൺസിസ്റ്റൻസി ആവും. പക്ഷെ എനിക്ക് നമ്മളത് ആ കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. എത്രയാണെന്നൊന്നും ഇല്ല, ഇച്ചിരിയൊക്കെ പൊടി ഇടുക. അതിന് ശേഷം ഇതാണ് ഈ ലാസ്റ്റ് ലുക്ക്. കണ്ടോ, നമ്മൾ 2 നൈറ്റ് വേണേലും ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.